എടക്കരയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും ഒത്തുചേരൽ. നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ, അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ്, ദുബായ് മാൾ, എടക്കര. മഞ്ഞപ്പിത്തം രൂക്ഷമായ പോത്തുകല്ലിൽ രോഗികൾക്ക് ആവശ്യമായ സേവനം ലഭിക്കുന്നില്ലെന്ന് ആക്ഷേപം. പോത്തുകല്ല് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ബുധനാഴ്ച 4 മണിക്ക് രോഗികളെ പുറത്തിറക്കി ആശുപത്രി അടക്കാൻ ശ്രമം നടന്നു. ഫ്ലൂയിഡ് കയറ്റിയത് തീരുന്നതിന് മുൻപേ ഇവ ഊരിമാറ്റി കുട്ടികളടക്കമുള്ള രോഗികളെ ജീവനക്കാർ പുറത്താക്കിയെന്നാണ് ആക്ഷേപം. രോഗിയുടെ കൂട്ടിരിപ്പുകാർ ഇക്കാര്യം ചോദ്യം ചെയ്തു. ഈ സമയത്തും OP വിഭാഗത്തിലേക്ക് രോഗികൾ എത്തുന്നുണ്ടായിരുന്നു. വിവരമറിഞ്ഞ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ആശുപത്രിയിലെത്തുകയും 5 മണിവരെ ഡോക്ടർ രോഗികളെ പരിശോധിക്കുകയും ചെയ്തു. പോത്തുകല്ല് പഞ്ചായത്തിലെ പാവപ്പെട്ട രോഗികളെ ആശ്രയിക്കുന്ന FHCയുടെ മുമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇന്നത്തെ ദിവസം അറിയാം, കാരണം ഒരുപാട് ദിവസങ്ങളായിട്ട് മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അപകടാവസ്ഥയിലൂടെ സഞ്ചരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഞങ്ങൾ ഈ PHSൽ വരാൻ കാരണം ഞങ്ങളുടെ എത്തിയത് ബോർഡ് മീറ്റിങ്ങിൻ്റെ ഇടയിൽ ഇവിടുന്ന് പേഷ്യൻസ് വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങളിവിടെ വരുന്ന കാണുമ്പോൾ ഡോക്ടർ ഇവിടുന്ന് ഇറങ്ങി പോകുന്നു. ആ ഡോക്ടറോട് ഞങ്ങൾ കാര്യം ചോദിച്ചപ്പോൾ ഡോക്ടർ ഞങ്ങളുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് കയറി വന്നു. ആ പേഷ്യൻസ് പറയുന്നത് 7ഓളം പേഷ്യൻസ് ഇവിടെ ഉണ്ടായിരുന്നു. അവർ ഈ മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ട് ക്ഷീണം സഹിക്കുക വയ്യാതെ ഇവിടെ ഡോക്ടറെ അടുത്ത് വന്നിട്ട് പരിശോധിച്ചതിന് ശേഷം ഫ്ലൂയിഡ് നൽകി. ഡോക്ടർ ഇവരോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഡ്യൂട്ടി 4 മണി വരെ ഉള്ളൂ, ഫ്ലൂയിഡ് ഞാൻ തരാം, അത് മുഴുവനായിട്ട് ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ ടൈം ഉണ്ടാവില്ല, അപ്പോൾ എത്രയാണോ കിട്ടുന്നത് അത് ലാഭം എന്ന് കരുതിയിട്ട് 4 മണി ആകുമ്പോൾ ഞാൻ പോവും, ഫ്ലൂയിഡ് ബാക്കി ഊരിക്കളഞ്ഞ് പോവാം. ഡോക്ടറെ കുറ്റം പറയുന്നില്ല, കാരണം ഡോക്ടർ രാവിലെ മുതൽ ആ സമയം വരെ, ഈ സമയത്ത് ഈ ഒരു മഹാമാരി വരുന്ന ഈ ടൈമിന് ഏറ്റവും കൂടുതൽ ഒരുപാട് പേഷ്യൻസ് ഈ PHSൽ വരുന്ന സമയമാണ്. അപ്പോൾ ഒരു ഡോക്ടറെ കൊണ്ടൊന്നും മാനേജ് ചെയ്യാൻ കഴിയില്ല, അവരെ കുറ്റം പറയുന്നില്ല. പക്ഷെ 4 മണിക്ക് ശേഷം അവരെ ടൈം കഴിഞ്ഞ് പോകുമ്പോൾ ഈ ട്രീറ്റ്മെൻറ്റിലുള്ള പേഷ്യൻസിനെ ഒന്ന് നോക്കാൻ ഒരു ഡോക്ടറുടെ വേണം. 6 മണി വരെ ഈ ഈവനിങ് OPയിലുള്ള FHC ആയിട്ട് ഉയർത്തിയൊരു സ്ഥാപനമാണ്. ഈ രോഗികൾ ഇത്രയും കഷ്ടപ്പെടുന്ന സമയത്ത് വരെ ഒരു ഡോക്ടറെ നിയമിക്കാൻ, അതിന് വേണ്ട ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കാൻ ഈ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഒരു മണിക്കൂറിന് ശേഷം, അരമണിക്കൂറിന് ശേഷം ഈ നമ്മുടെ പോത്തുകല്ല് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും മറ്റു മെമ്പർമാരും ഒക്കെ ഇവിടെ വന്നു. ഇവിടെ വരുന്ന സമയത്ത് ആ ഡോക്ടർ ഇവിടെ ഉണ്ട്. ആ ഡോക്ടർ ഞങ്ങളുടെ കൂടെ കയറി വന്നതിന് ശേഷം ഞങ്ങളോട് സംസാരിച്ച് നിൽക്കുമ്പോൾ എത്ര പേഷ്യൻസ് ഇവിടെ വന്നു? 4 മണിക്ക് അവർ പോകാൻ നിന്നതാണ്. ഒരു 6 പേഷ്യൻസിനെ അവരവിടെ വീണ്ടും ട്രീറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ സമയത്ത് ഡോക്ടർ ഉണ്ട്. എന്നിട്ട് ഡോക്ടറെ കൊണ്ട് ലൈവ് പിടിക്കുക പഞ്ചായത്തിൻ്റെ ഫേസ്ബുക്കിൽ. ഇവിടെ ഒരു കുഴപ്പമില്ല, 4 മണി വരെ ഞാനിവിടെ ഉണ്ടായിരുന്നു, അതുവരെയുള്ള പേഷ്യൻസിനെയൊക്കെ നോക്കിയിട്ടുണ്ട്. ഇതാണ് നോക്കിയത്. ഇവർ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഫ്ലൂയിഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ പേഷ്യൻസിനെ അത് ഊരിക്കളഞ്ഞതിന് ശേഷം 4 മണിക്ക് അവർ പോകുന്നു. ഇതാണ് ഇവിടുത്തെ ട്രീറ്റ്മെന്റ്. 6 മണി വരെ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ഹോസ്പിറ്റലാണ്, പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ. എന്നിട്ട് അത് ലൈവ് വിട്ടിട്ട് ഈ എന്താന്ന് പറയാം, ഞങ്ങളുടെ ഭാഗം ക്ലിയർ ആണ് എന്ന് പറഞ്ഞാൽ മതി. ഈ സമയം വരെ രോഗികൾ ഇവിടെ വരുന്നുണ്ട്. ഇപ്പൊ സമയം ഏതാണ്ട് 5:45 കഴിഞ്ഞു. ഇതൊന്നും നോക്കാൻ കഴിയാതെ ഇത്രയും മഹാമാരി പിടിക്കുന്ന ഈ ഒരു പകർച്ചവ്യാധിയെ തടയാൻ ഒരു ഡോക്ടറെ പോലെ നിയമിക്കാനാവാതെ ഞങ്ങളുടെ ഭാഗം ക്ലിയർ ആണെന്ന് എന്തൊരു പ്രഹസനമാണ് ഈ നടത്തുന്നത്. ആരോഗ്യ മേഖലയിൽ ഈ ഒരു വിഷയം ശ്രദ്ധിക്കാൻ പറ്റും. 4 ഡോക്ടർമാരുടെ സേവനം ലഭിച്ചിരുന്ന പോത്തുകല്ല് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 2 പേരുടെ സേവനം മാത്രമാണിപ്പോൾ ലഭിക്കുന്നത്. ആഴ്ചയിൽ 3 ദിവസം മറ്റൊരു ഡോക്ടറുടെ സേവനവും ലഭിക്കുന്നുണ്ട്. എന്നാൽ മഞ്ഞപ്പിത്തം, ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ നിയന്ത്രണാതീതമായി പടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. 1 മാസം മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഡോക്ടർ ട്രെയിനിങ്ങിനായി പോവുകയും ചെയ്തിരുന്നു. മേഖലയിലെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും സായാഹ്ന OP ഉണ്ടെങ്കിലും 5 മണിവരെ മാത്രമാണ് രോഗികൾക്ക് സേവനം ലഭിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, എടക്കര. Real fruit power, real juices from Dabur.